ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ജെറമ്യ, ചാപ്റ്റർ 9. Jeremiah chapter 9 describes Jerusalem and Judah's conscious deceit, lies, and unfaithfulness leading to divine judgment and destruction. യെരുസലേമിനും യഹൂദയ്ക്കും വരുവാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. വേഴ്സ് 1. യിരെമ്യാ പ്രവചനത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രതികരണമാണ് 1-ാം വാക്യം. ഈ അധ്യായം ആരംഭിക്കുന്നത് യിരെമ്യാവിന്റെ ഹൃദയവേദന അറിയിച്ചുകൊണ്ടാണ്. തന്റെ ജനത്തിന്റെ നിഹിതന്മാരെ ഓർത്ത് രാവും പകലും കരവാൻ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ഉറവായി തന്റെ തല മാറിയെങ്കിലെന്ന് പ്രവാചകൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്റെ ദുഃഖം വെറും വേദനയല്ല, മറിച്ച് എത്ര കണ്ണുനീർ ഒഴുക്കിയാലും അത് മതിയാകാത്തത്ര ആഴത്തിലുള്ളതാണ്. ജനതയുടെ ദുരിതത്തിൽ പ്രവാചകൻ സന്തോഷിക്കുന്നില്ല. പകരം അവരുടെ കഷ്ടപ്പാടുകളിൽ ഹൃദയം തകർന്ന് അവരോട് സഹാനുഭൂതി കാണിക്കുന്നു. ഇത് യിരെമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. വേഴ്സ് 2. തന്റെ ദേശത്തിന് നാശം കൊണ്ടിരുന്ന തന്റെ ജനത്തിന്റെ പാപം കാണാതിരിക്കത്തക്കവണ്ണം മരുഭൂമിയിൽ എവിടെയെങ്കിലും ഓടിപ്പോയിരുന്നു എങ്കിലെന്ന് യിരെമ്യാവ് ആഗ്രഹിച്ചു. വ്യഭിചാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ശാരീരികമായ വ്യഭിചാരത്തെ മാത്രമല്ല, ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ച ജനത്തിന്റെ വിശ്വാസ വഞ്ചനയും. ദ്രോഹികളുടെ കൂട്ടം എന്ന് പറയുന്നത് യഹൂദയിലെ ജനങ്ങൾ നിരന്തരമായി ദൈവത്തെയും സകല മനുഷ്യരെയും വഞ്ചിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. വേഴ്സ് 3. ആളുകൾ നുണകൾ പ്രചരിപ്പിക്കാൻ തങ്ങളുടെ നാവിനെ ഉപയോഗിക്കുന്നു. സത്യത്തിനു വേണ്ടിയല്ല, മറിച്ച് കള്ളം പ്രചരിക്കാനും വഞ്ചിക്കാനുമാണ് അവർ വാക്കുകൾ ഉപയോഗിച്ച് ഭൂമിയിൽ ശക്തന്മാരാകുന്നു. അവർ ഒരു പാപം ചെയ്യുമ്പോൾ അതിൽ ഖേദിക്കാതെ കൂടുതൽ ദുഷ്പ്രവൃത്തിയിലേക്ക് പോയി ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്നു. വേഴ്സ് 4. മനുഷ്യബന്ധങ്ങളിലെ വിശ്വാസ്യതയുടെ തകർച്ചയെ ഈ വാക്യം ചൂണ്ടിക്കാട്ടുന്നു. ആളുകൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വഞ്ചന, കള്ളം പറച്ചിൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഭയം, വിശ്വാസക്കുറവ് എന്നിവ ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. Verse 5. A society in Judah is so morally corrupted by sin and dishonesty that it destroys trust and leads to an inevitable judgment. The message calls for repentance, knowledge of God and His righteousness. Verse 6. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു. നിന്റെ പാർപ്പിടം എന്നത് യിരെമ്യാവ് ജീവിക്കുന്ന സമൂഹം. അത് മുഴുവനും വഞ്ചനയും കാപട്യവും നിറഞ്ഞതാണ്. അത് നിമിത്തം ജനങ്ങൾ മനഃപൂർവ്വം ദൈവത്തിൽ നിന്നകന്ന് അവർക്ക് സത്യദൈവത്തെ അറിയാനോ അവന്റെ വഴികളിൽ നടക്കാനോ താല്പര്യം ഇല്ല. ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശമാണ്. വേഴ്സ് 7. യിരെമ്യാവിലൂടെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയുടെ കഠിന ഹൃദയത്തെയും വഞ്ചനയെയും ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തെ ശുദ്ധീകരിക്കാൻ തീയിലിടുന്നത് പോലെ ഇസ്രായേൽ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ദൈവം കഷ്ടതയിൽ കൂടി കടത്തിവിടും. ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. എൻ്റെ ജനത്തിൻ്റെ പുത്രി എന്ന് അവരെ വിളിക്കുന്നതിലൂടെ
തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം വെളിവാകുന്നു. എന്നാൽ ഈ പ്രയാസകരമായ അനുഭവത്തിലൂടെ അവരെ ശുദ്ധീകരിക്കാനും വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. വേഴ്സ് 8. It describes people using their tongues like deadly arrows to spread deceit and harm others, and this causes the lack of honesty in the community. Verse 9. ഇരമ്യ പ്രവാചകന്റെ കാലത്തെ ഇസ്രായേൽ ദൈവവുമായുള്ള തങ്ങളുടെ ഉടമ്പടി ലംഘിച്ച് സ്വന്തം വഴികളിൽ നടന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് അവരുടെ ജ്ഞാനത്തിനോ ശക്തിക്കോ സമ്പത്തിനോ അവരെ രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. വേഴ്സ് 10. ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ പൂർണ്ണമായ ചിത്രം അവതരിപ്പിക്കുന്നതാണ് ഈ വാക്യം. ഫലപുഷ്ടമായ പർവ്വതങ്ങളും ഇടയന്മാരുടെ താവളവുമായ പുൽമേടുകളും പൂർണ്ണമായും കത്തി നശിച്ചു. ജനതയുടെ പാപം കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുന്നു. ആരും അതിലെ കടന്നു പോകുന്നില്ല. കാരണം ദേശം പൂർണ്ണമായും വിജനമാകും. കന്നുകാലികളുടെ ശബ്ദമോ പക്ഷികളുടെ ശബ്ദമോ മൃഗങ്ങളുടെ സാന്നിധ്യമോ അവിടെയില്ല. അത് ദേശത്തിൻ്റെ തകർച്ചയെ കാണിക്കുന്നു. വേഴ്സ് 11. ജെറുസലേമിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള ദേശങ്ങൾ നാശത്തിനിരയായി. കൽക്കുന്നുകൾ ഈ പദം നഗരം പൂർണ്ണമായി തകർക്കപ്പെടുകയും അത് കല്ലുകളുടെ കൂമ്പാരമായി മാറും എന്നും കുറുനരികളുടെ പാർപ്പിടമെന്ന പ്രയോഗം ആളുകൾ ഒഴിഞ്ഞു പോവുകയും ആ സ്ഥലം വന്യമൃഗങ്ങൾക്ക് വാസസ്ഥലമാകുകയും ചെയ്യും. ഇത് വിജനമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. വേഴ്സ് 12. ഈ വാക്യത്തിൽ പ്രവാചകനായ ഇരമ്യാവ് അക്കാലത്തെ ജനതയുടെ ധാർമ്മിക അധംപതനം കാരണം അവരുടെ വിവേകം നഷ്ടമായി. കഴിവുള്ള ജ്ഞാനികൾ ആരുമില്ല എന്നൊരു ദുഃഖസത്യം തെളിവായി. ദൈവവചനം സത്യസന്ധമായി പ്രഖ്യാപിക്കുന്നതിന് പകരം ജനങ്ങളെ സുഖിപ്പിക്കുന്ന സന്ദേശങ്ങൾ കള്ളപ്രവാചകന്മാർ നൽകി. ദൈവത്തിൻ്റെ ന്യായവിധിയിലൂടെ മരുഭൂമി പോലെ കത്തി നശിക്കുക എന്ന പ്രയോഗം നാശത്തിൻ്റെ തീവ്രതയെയും സർവനാശത്തെയും സൂചിപ്പിക്കുന്നു. വേഴ്സ് 13 and 14. ഈ ദേശങ്ങൾ നശിച്ച് മരുഭൂമി പോലെ ആകുവാൻ സംഗതി എന്ത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 5 കാര്യങ്ങൾ. 1. യഹോവ അവർക്ക് കൊടുത്ത ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ചു. 2. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിച്ചില്ല. 3. ദൈവത്തെ അനുസരിച്ച് നടന്നില്ല. 4. ഹൃദയശാഠ്യമുള്ളവരായി തീർന്നു. 5. പിതാക്കന്മാരുടെ ബാൽ വിഗ്രഹങ്ങളെ അനുസരിച്ച് നടന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വേഴ്സ് 15. ഇസ്രായേൽ ജനതയുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയായി അവരുടെ ജീവിതത്തിൽ കയ്പും ദുരിതവും ഉണ്ടാകുമെന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. കാഞ്ഞിരത്തിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ വെള്ളമാണ് നഞ്ചുവെള്ളം. ഇരമ്യാവ് 8 അധ്യായം 14 വാക്യം അവസാന ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നാം യഹോവയോടെ പാപം ചെയ്യുക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു. Verse 16 describes God's judgment on Judah for their disobedience. He will scatter the disobedient people of Judah among the nations. They will be sent to foreign lands they never knew. Ongoing judgment. The sword symbolizes war, armies, and continuous conflict. Verse 17. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ
വിലാപക്കാരത്തികളെ വിളിച്ചു വരുത്തുവീൻ. പുരാതന ഇസ്രായേൽ സംസ്കാരത്തിൽ മരണസമയത്തും ശവസംസ്കാര വേളകളിലും പണം കൊടുത്ത് കരയുവാൻ വേണ്ടി വിദഗ്ധരായ സ്ത്രീകളെ അല്ലെങ്കിൽ പ്രൊഫഷണൽ മോണേഴ്സ് ഓർ വെയിലിംഗ് വിമണിനെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു പതിവുണ്ട്. ഇവർ ഈ ബിസിനസ്സിൽ സമർത്ഥരും അഭിനയിച്ച് കരയുവാനും ഇമോഷൻസ് പ്രകടിപ്പിച്ച് കരയാനും അറിവ് നേടിയവരാണ്. യഹൂദയുടെ മേൽ വരുവാനിരിക്കുന്ന ഉഗ്രമായ ദൈവിക ശിക്ഷയെയും അതുകൊണ്ടുണ്ടാകുന്ന അഗാധമായ ദുഃഖത്തെക്കുറിച്ചുമുള്ള പ്രവാചക സന്ദേശം, അവരുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനുള്ള ഒരു ആഹ്വാനമാണിത്. 2 ദിനവൃത്താന്തം 35 25 ഇരമ്യാവെ സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളെയും വിളിച്ച് യോശിയാവിൻ്റെ മരണസമയത്ത് വിലപിക്കുന്നതായി നമുക്ക് കാണാം. വേഴ്സ് 18, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും നമ്മുടെ കൺപോളകളിൽ നിന്ന് വെള്ളവും ഒഴുകട്ടെ. that our eyes may overflow with tears and our eyelids gush out with water. വരാനിരിക്കുന്ന മഹാദുരന്തം കാരണം ഉണ്ടാകുന്ന അഗാധമായ സങ്കടത്തെയും നാശത്തെയും ഇരമ്യാവെ വിവരിക്കുന്നു. വേഴ്സ് 19, സിയോൻ ശൂന്യമായിരിക്കുന്നു, അവിടെ നിന്ന് വിലാപം കേൾക്കുന്നു. യെരുശലേമിലെ ജനങ്ങൾ ദൈവകൽപ്പനകൾ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് പാപം ചെയ്തതുകൊണ്ട് യഹൂദ ജനതയ്ക്ക് കനത്ത നാശനഷ്ടങ്ങളും നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. വേഴ്സ് 20, This address the women of Judah directly is responsible for hearing God's message. Teach your daughters to wail. The mourning is to be passed down through generations, indicating that the calamity will be widespread and long-lasting. Verse 22, വരാനിരിക്കുന്ന യുദ്ധത്തിലും നാശത്തിലും വളരെയധികം ആളുകൾ മരിക്കും. പക്ഷെങ്കിൽ ആ മൃതദേഹങ്ങൾ സംസ്കരിപ്പാൻ ആരുമുണ്ടാകയില്ല. അത് വയലിലെ ചാണകം പോലെ അഴുകും. മരണപ്പെട്ടവർക്ക് അർഹമായ അന്ത്യകർമ്മങ്ങളോ ബഹുമതികളോ ലഭിക്കില്ല. അവരുടെ മൃതദേഹങ്ങൾ അവഗണിക്കപ്പെടും. വേഴ്സ് 23 and 24, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഭൗമികമായ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ദൈവവുമായുള്ള അടുത്ത ബന്ധത്തിലും അവിടുത്തെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിലുമാണ് യഥാർത്ഥ സുരക്ഷിതത്വം. നമുക്കിന്ന് ആവശ്യം ഒരു ആത്മീക ഉണർവാണ്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിൽ അല്ലോ എനിക്ക് പ്രസാദമുള്ളത്. Verse 25 and 26. In this verse, main message is that God values genuine internal devotion and obedience over external conformity to religious rules and or rituals. God is not a partial judge. He will hold all people accountable for their sins. This Old Testament passage foreshadows the New Testament teaching, particularly by the Apostle Paul in Romans 2:28-29, where he emphasizes that true circumcision is a matter of the heart by the Spirit, not by the letter of the law. ഇരമ്യ പ്രവാചകൻ യഹൂദയ്ക്ക് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചും അതിൽ നിന്ന് അവരുടെ കടുത്ത പാപത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും പിന്മാറി പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ
ഈ 9-ാം അധ്യായത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഇന്നും ദൈവം നമ്മളോട് ഇതാണ് ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നാം ഒരുക്കമുള്ളവരോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.